السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة الخامسة من جلسات سورة المائدة، وسنتحدث اليوم عن آيات الله البينات، يعني من آية 18 إلى 23 إلى آية 23 من سورة المائدة إن شاء الله. ഖുർആൻ പഠനത്തിനുള്ള പോഴിയുടെ കീഴിൽ നടന്നു വരുന്ന അൽ-മാഇദ പഠന പരമ്പരയുടെ 5ാം സെഷനാണ്. ഇതിനകം നിങ്ങൾ വായിച്ചു നോക്കി, ചർച്ച ചെയ്തു, അർത്ഥം വെച്ച് നോക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഇതിലെ 99% പദങ്ങളും അറിയാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കോഴ്സിലൂടെ പഠിച്ചു കഴിഞ്ഞതാണ് 99% പദങ്ങൾ. ചില പദങ്ങളൊക്കെ നിങ്ങൾക്ക് അപരിചിതമായി തോന്നുന്നുണ്ടാകാം. അപരിചിതമായി തോന്നാനുള്ള കാരണം അത് ശരിയായിട്ട് വായിക്കാത്തതുകൊണ്ടാണ്. ഓരോ വാക്കിൻ്റെയും ഒരു പദം കിട്ടിയാൽ ആ പദത്തിന്, ഉദാഹരണം ഒരാൾ ചോദിച്ചു ആദ്യം ഒരു പദം തർത്തദ്ദൂൻ അല്ലേ, പത്തറ അറിയാത്ത പദം നമ്മൾ മനസ്സിലാക്കി. നമ്മള് ചോദിച്ചത് പഠിച്ച പദം ഇർത്തദ്ദ എന്ന പദത്തിലേക്ക് വരുന്ന തർത്തദ്ദൂന് അല്ലേ, ലാ തർത്തദ്ദു എന്ന പദം നമ്മൾ നേരത്തെ അൽ-ബഖറയിൽ പഠിച്ചു കഴിഞ്ഞു. അൽ-ബഖറ എന്താ പഠിച്ചത്? വഇൻ യുഖാതിലൂക്കും യുവല്ലൂക്കുമുൽ അദ്ബാർ. ആയത്തിന് നമ്പർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സൂറത്തുൽ ബഖറയിൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. നിങ്ങളെ നിങ്ങളുടെ മതത്തിൽ നിന്നും മടക്കി കൊണ്ടുപോകുന്നത് വരെ നിങ്ങളോട് അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇർത്തദ്ദ, എന്തുകൊണ്ട് നമ്മൾ ഇർത്തദ്ദയിലേക്ക്, ഇർത്തദ്ദ എന്ന വാക്ക് നമ്മൾ ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, മുർത്തദ്ദ എന്ന് പറഞ്ഞാൽ ദീനിൽ നിന്നും പുറത്തു പോയെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോകലാണ് ശരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും മറ്റു പദങ്ങളും അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ മുഖദ്ദസത്ത് എന്ന വാക്ക് കിട്ടിയപ്പോൾ നമ്മൾ മുഖദ്ദസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ സ്ത്രീലിംഗമാണ്. നമ്മളവിടെ പഠിച്ചത് മുഖദ്ദസ് എന്ന് നമ്മൾ നേരത്തെ എന്താണ്, ഇവിടെ മുഖദ്ദസത്ത് എന്നാണ്. അപ്പൊ അതിന്റെ പുല്ലിംഗ പദത്തിന്റെ സ്ത്രീലിംഗ പദമാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ ഈ പറഞ്ഞവരെ പ്രശംസിക്കുകയാണ് കേട്ടോ. കാരണം അത് മുഖേനാണല്ലോ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുക. അവരെ വിമർശിക്കുകയല്ല. കാരണം പ്രതികരിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. പ്രതികരിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. പ്രതികരിച്ചവര് കുറച്ചുപേര് മാത്രമേ പ്രതികരിക്കാത്തവർ എന്നുള്ള പ്രതികരിക്കാത്തത്, ഞങ്ങൾ പറയുന്ന വാക്ക് ചിലപ്പോ നമ്മൾ പഠിച്ചതാണ് എന്ന് ഉസ്താദ് പറഞ്ഞു കളഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ അങ്ങനെ വരണം. പഠിക്കാത്ത അല്ലെങ്കിൽ പഠിച്ച പദങ്ങൾ
പഠിച്ചതാണെന്ന് തോന്നാത്ത രീതി വന്നാൽ നമുക്ക് ഇതേപോലെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാത്ത പദം എഴുതി ലിസ്റ്റ് എഴുതിയിടുക. അപ്പൊ നമുക്ക് പിന്നീട് അതിലേക്ക് ചൂണ്ടുപലകയാക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് സൂചകമാക്കി കൂടുതൽ ചർച്ച ചെയ്ത് കൂലങ്കഷമായി ചർച്ച ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ചില പദങ്ങളാണ് നമുക്ക് സംശയം തോന്നിയത്, അല്ലേ? കൂടുതൽ ചോദിച്ചിട്ടുള്ളവരാ? ശരി, നമുക്കിത് വായിച്ചു നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وقالت اليهود والنصارى نحن أبناء الله وأحباؤه قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات والأرض وما بينهما وإليه المصير. يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نذير فقد جاءكم بشير ونذير والله على كل شيء قدير. وإذ قال موسى لقومه يا قوم اذكروا نعمة الله عليكم إذ جعل فيكم أنبياء وجعلكم ملوكا وآتاكم ما لم يؤت أحدا من العالمين. يا قوم ادخلوا الأرض المقدسة التي كتب الله لكم ولا ترتدوا على أدباركم فتنقلبوا خاسرين. قالوا يا موسى إن فيها قوما جبارين وإنا لن ندخلها حتى يخرجوا منها فإن يخرجوا منها فإنا داخلون. قال رجلان من الذين يخافون أنعم الله عليهم ادخلوا عليهم الباب فإذا دخلتموه فإنكم غالبون وعلى الله فتوكلوا إن كنتم مؤمنين. ഓക്കെ, എന്തുകൊണ്ടാണ് ഖാലത്ത് എന്ന വാക്ക് പറഞ്ഞത്, സ്ത്രീലിംഗം പറഞ്ഞത്? ഖാലത്ത്. അതെ, ആ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു, നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു ഞാൻ. മാഷാ അല്ലാഹ്. എന്താ ഉത്തരം കിട്ടിയ? ഉത്തരം ആരും തന്നില്ല എനിക്ക്. ഗോത്രത്തിന്റെ പേര് ആരും തന്നില്ല. ഗോത്രത്തിന്റെ പേര് പറയുമ്പോൾ സ്ത്രീലിംഗ പദത്തിലായിരിക്കും ഉപയോഗിക്കുക. കേട്ടാ, അൽ യഹൂദ് എന്ന് പറഞ്ഞാൽ ആ യഹൂദൻ എന്ന അർത്ഥത്തിൽ എന്താണ്, അവരെ ഒരു കാറ്റഗറി ആയിട്ട് പറയാം. ജൂതന്മാർ. അപ്പൊ എന്താണ്, അവരെ ഒരു കാറ്റഗറി, കൂട്ടം എന്ന അർത്ഥത്തിൽ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഗോത്രത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആ കൂട്ടത്തിന്റെ പേരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, സ്ത്രീലിംഗ പദമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് അൽ യഹൂദു വൻ നസാറ. നമുക്കറിയാം, ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. അബ്നാഇന്റെയും അഹിബ്ബാഇന്റെയും അവസാനം ഒരു വാവും അലിഫും എക്സ്ട്രാ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാവും അലിഫ് എന്താണ്, അധികമാണ്. ശരിക്കും അബ്നാഇനും അഹിബ്ബാഇനും എന്താണ്, അതാരും ചോദിച്ചില്ലല്ലോ. അവസാനത്തെ അക്ഷരം ഹംസാണ്, അബ്നാ അഹിബ്ബ. പക്ഷെ ഇതെന്താണ്, ഇതൊരു ആധിക്യം, അതായത് ഒരു അക്ഷരം കൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഖുർആന്റെ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഖുർആന്റെ എഴുത്ത് എങ്ങനെയാണോ നമുക്കറിയാം, പള്ളി പുള്ളി തെറ്റാതെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഖുർആന്റെ എഴുത്തിൽ ഇതിങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, ഉസ്മാനി സ്ക്രിപ്റ്റിൽ ഇങ്ങനെയാണ് ഉള്ളത്. അപ്രകാരമാണ് അന്ന് മുതൽ ഇന്ന് വരെ എഴുതപ്പെട്ടത്. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നഹ്നു അബ്നാഉല്ലാഹി, ഞങ്ങളെ മക്കളാണ് എന്ന് പറയുമല്ലോ. അപ്പൊ എന്തുണ്ട്, അതിന് ഒരു ഫോക്കസ് ഉണ്ട്, ഒരു സ്ട്രെസ്സിങ് ഉണ്ട്, ഊന്നലുണ്ട്. ആധിക്യത്തിന്റെ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയുടെ അല്ലെങ്കിൽ അഫക്ഷന്റെ. ഇവിടെ അബ്ന എന്ന് പറഞ്ഞാൽ മക്കൾ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ, ഈസാ നബി അലൈഹി ഇസ്ലാം
അള്ളാന്റെ മകനാണ് എന്ന് പറഞ്ഞതുപോലുള്ള മകനല്ല. അതേപോലെ ജൂതന്മാര് പറഞ്ഞത് അള്ളാന്റെ മകനാണ് എന്ന് പറഞ്ഞതുപോലെയുള്ള മകനല്ല, മറിച്ച് എന്താണ് അള്ളാഹിന്റെ അടുത്ത ആൾക്കാരാണ്, ഞങ്ങളുടെ മക്കളാണ്, സന്തതികളാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ അവരുടെ ആരാധനകൾക്ക് ഇടയിലും ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോഴൊക്കെ പിതാവ് എന്ന അർത്ഥത്തിൽ അഡ്രസ് ചെയ്യാറുണ്ട്. അത് അതിന്റെ ഒരു ഭാഗമാണ്. മക്കൾ എന്നും പിതാവെന്നും വേദഗ്രന്ഥത്തിൽ അവരുടെ ഗ്രന്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു, ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് അബിന മഹിബ എന്താണ്? അബിന എന്ന് പറഞ്ഞത് അവരുടെ അള്ളാഹുമായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് അവരുടെ അടുപ്പം വെച്ചുകൊണ്ടാണ് ഞങ്ങളെ മക്കളാണ്, മഹിബ ഞങ്ങൾ ആത്മമിത്രങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് അതിന്റെ ആധിക്യം അല്ലെങ്കിൽ ഇന്റൻസിറ്റി, അതിന്റെ സ്നേഹത്തിന്റെ തീവ്രത ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് അക്ഷരം കൂട്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പൊ കാലത്തിൽ യൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു ഞങ്ങൾ അള്ളാന്റെ മക്കളും അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളുമാണ്. ഹബീബ് അഹിബ, പിന്നെ അതെ, പ്രിയപ്പെട്ടവർ. അപ്പോ ഇവര് രണ്ടുപേരും ഒരേപോലെ പറഞ്ഞു എന്നല്ല, ഒരുമിച്ച് പറഞ്ഞു എന്നല്ല. രണ്ടുപേരും യഹൂദ് പറഞ്ഞു ഞങ്ങൾ മക്കളാണ്, ആത്മമിത്രങ്ങളാണ്, അല്ലെങ്കിൽ സ്നേഹഭാജനങ്ങളാണ് എന്ന് പറഞ്ഞു അഹിബ. നസാറ പറഞ്ഞു ഞങ്ങളാണ് മക്കളും പ്രിയപ്പെട്ടവരും എന്ന് പറഞ്ഞു. കാരണം രണ്ട് കൂട്ടരായിട്ട് ഭിന്നിച്ചിരിക്കുകയാണല്ലോ. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു എന്നല്ല, രണ്ടും ഒരേപോലെ പറഞ്ഞു എന്നല്ല. ഞങ്ങളാണ്, അതായത് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അള്ളാന്റെ മക്കൾ എന്ന് രണ്ടു കൂട്ടരും കൂടി ചേർന്നല്ല പറഞ്ഞു. മറിച്ച് എന്താണ് ഓരോരുത്തരും വാദിച്ചത് ഞങ്ങൾ അള്ളാന്റെ മക്കളും ഇഷ്ടപ്പെട്ടവരുമാണ് എന്നാണ്. അപ്പൊ അവരോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ വലിയമായി വാജിബുക്കും ഇത് ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ കാരണമായി എന്തുകൊണ്ട് അവൻ ശിക്ഷിക്കുന്നു? നമുക്കറിയാം, ഇപ്പോ അവർ ഫലസ്തീനിലൊക്കെ വന്ന് ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പ് 1940-കൾ വരെ ഇതായിരുന്നു യതീഹൂന ഫിൽ അർദ്, ഭൂമിയിൽ അവർക്ക് എന്താ പറയാ ആസ്ഥാനമില്ലാതെ, അവർക്ക് ഒരു അഭയസ്ഥാനമില്ലാതെ അലഞ്ഞു തിരിയുകയായിരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ പാപം കാരണമായി. വലിമയുഅദ്ദിബുക്കും ബിദുനൂബിക്കും എന്ന് അവരോട് ചോദിക്ക്. ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്. ബശർ നമുക്കറിയാം, മനുഷ്യന്മാരാണ്. മിമ്മൻ ഖലഖ്, അവൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ് നിങ്ങൾ. ബൽ അൻതും ബശറും മിമ്മൻ ഖലഖ്, അവൻ സൃഷ്ടിച്ച മനുഷ്യന്മാർ തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. യഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവരെ അവൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരെ ശിക്ഷിക്കുകയും ഇഷ്ടമുള്ളവരെ പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ്ക്ക് മാത്രമേ അതിന്റെ മാനദണ്ഡം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അള്ളാഹിന്റെ അടുക്കലാണ് അതിന്റെ മാനദണ്ഡം. ആ മാനദണ്ഡം നമുക്ക് എത്ര പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. വലില്ലാഹി മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, പലപ്പോഴും ഖുർആനിൽ ആവർത്തിച്ചു വരുന്നതാണ്. ഇത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതില്ല. ഇല്ലാത്ത വിധം ക്രിസ്റ്റൽ ക്ലിയർ ആണ്, സുവ്യക്തമാണ്. ആകാശഭൂമികളുടെയും അവ രണ്ടിനും ഇടയിലുള്ളതിന്റെയും ആധിപത്യം അള്ളാഹ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വെൽത്തും കൺട്രോളും അതിന്റെ മുഴുവൻ സോവറൈനിറ്റിയും എന്താണ് അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹാണെന്ത് സുപ്രീം, അതിന്റെ സുപ്രീം സോവറൈനിറ്റി ആരുടെ കയ്യിലാണ്? അള്ളാന്റെ കയ്യിലാണ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സുപ്രീം സോവറൈനിറ്റി അള്ളാന്റെ കയ്യിലാണ്. ഇലൈഹിൽ മസീർ, അവങ്കിലേക്കാണ് മടക്കം അല്ലെങ്കിൽ മടക്കസ്ഥാനം. മടക്കപ്പെടുന്നത്, അതേപോലെ മടങ്ങുന്ന സ്ഥാനം എന്ന അർത്ഥം പറയാം.
يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل ولا فترة أن تقولوا ما جاءنا من بشير ولا نذير. ഈ ഒരു പദമാണ് നമുക്ക് അറിയാത്ത ഫത്രത്ത്. ഫത്രത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഘട്ടങ്ങൾ തമ്മിലുള്ള സമയം, അതിനാണ് ഫത്രത്ത് എന്ന് പറയുന്നത്. രണ്ട് സമയങ്ങൾ തമ്മിലുള്ള സമയം എന്ന് പറഞ്ഞാൽ സമയങ്ങൾ തമ്മിലുള്ള ഇടവേള. വേള എന്നും ഇടവേള എന്ന അർത്ഥത്തിലും ഇടവേള, അതായത് ഒരു സമയത്തിനും ഈ സമയത്തിനും ഇടയ്ക്കുള്ള ഇടവേള എന്ന അർത്ഥത്തിലും ആ സമയ ഘട്ടം, ഒരു പ്രത്യേക ഘട്ടത്തിനെ കുറിച്ചും ഫത്രത്തെന്ന് ഉപയോഗിക്കും. യുബയ്യിനലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുൽ, പ്രവാചകന്മാരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാർ വന്നു. റസൂലുന യുബയ്യിനു ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കിക്കൊണ്ട്. എന്താ നോക്കാം. അല്ല, ഫത്രത്തിൻ മിനർ റുസുൽ, അപ്പൊ എന്താണ്? ഒരു ഇടവേള എന്ന അർത്ഥത്തിലാണ് പ്രവാചകന്മാരുടെ ഇടവേളയ്ക്ക് ശേഷം റസൂൽ, അതായത് കുറച്ചു നാൾ നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നിട്ടില്ല, അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റസൂലിന, നമ്മുടെ ദൂതനിത വന്നിരിക്കുന്നു. അലാ ഫത്രത്തിൻ മിനർ റുസുലി, ഒരു ഇടവേളയ്ക്ക്, പ്രവാചകന്മാരുടെ ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രവാചകന്മാർ കുറച്ചു നാൾ വരാതിരുന്നു, അതിനുശേഷം ഇതാ നമ്മുടെ ദൂതൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. റസൂലുന അൻ തഖൂലു മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ. അൻ തഖൂലു, നിങ്ങൾ പറയുന്നു എന്നതിനാൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയാതിരിക്കാനും എന്ന് പറയാം. അല്ലാ തഖൂലു എന്ന ആശയത്തിലാണ്, നിങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടി. പറയാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ഉപയോഗിക്കാതെയും എന്ത് ചെയ്യാം, നമുക്ക് ആ ആശയമുള്ള മനസ്സിൽ കൊണ്ടുവരാം. അൻ തഖൂലു മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, ഞങ്ങളുടെ അടുക്കൽ ബഷീറും നസീറും ഒന്നും വന്നിട്ടില്ലല്ലോ, സന്തോഷ വാർത്ത അറിയിക്കുന്നതിനും മുന്നറിയിപ്പുകാരനൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പറയും എന്നതിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? പ്രവാചകൻ വന്നിരിക്കുന്നു. അഥവാ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇതിരിക്കുകയാണ്. ഇതാ ദൂതൻ വന്നിരിക്കുന്നു. ഇടയ്ക്ക് കുറച്ചാൾ നിങ്ങൾക്ക് ദൂതന്മാരുണ്ടായിരുന്നില്ല. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹ് എല്ലാത്തിനും കഴിവുറ്റവനാണ്. നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ദൂതന്മാരെ അയച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹ് കഴിയും. പക്ഷെ കുറച്ചാൾ ദൂതന്മാർ വന്നില്ല. ആ പഴയ ദൂതന്മാർ, നേരത്തെ മുൻകാലത്ത് വന്ന ദൂതന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം പിന്നീട് ഒരു ദൂതൻ വരാറില്ല, വരേണ്ടതില്ല. എന്നാൽ ബനു ഇസ്രായേലുകാരിൽ അടിക്കടി ദൂതന്മാർ വന്നിട്ടുണ്ടെന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നു. അപ്പൊ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചത് പ്രവാചകന്മാരുടെ ആഗമനത്തെ സംബന്ധിച്ചാണ്. അപ്പൊ പ്രവാചകന്മാരെ എപ്പോഴും അയച്ചുകൊണ്ടിരിക്കാൻ അള്ളാഹ് കഴിയുമായിരുന്നു, പക്ഷെ ഇടയ്ക്ക് അയച്ചില്ല. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. എന്നിട്ട് അങ്ങനെ ദൂതൻ വന്ന കാര്യം, മുമ്പ് ദൂതന്മാർ വന്ന കാര്യത്തിലേക്ക് ചർച്ച അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്, അവരുടെ ശ്രദ്ധ. ഖാല മൂസ എന്ന് പറഞ്ഞപ്പോ എന്താണ് ഇത് ഉപയോഗിക്കുന്നത്? കഴിഞ്ഞു പോയ സംഭവത്തെ ഇതാ വരുന്നത് നീട്ടിവെക്കുന്നതാണ്, നമുക്കറിയാം. അപ്പൊ അത് ഭാവിയിലുള്ള കാര്യത്തെ കുറിച്ചാണ്. പക്ഷെ ഇതാ ജാ പോലെ ഭാവിയായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നുകയാണ്, ഇതാ ജാ വന്നപ്പോൾ എന്നല്ല, മറിച്ച് എന്താണ്? ഇജാ എന്നത് മുസ്തഖ്ബലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഭാവിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേസമയം ഗിദ് ദീർഘമില്ലെങ്കിൽ അത് നടന്നു കഴിഞ്ഞതിനെ കുറിച്ചാണ്. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ഖൗമിഹി, തന്റെ കൗമിനോട്, യാ ഖൗമി ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും. അപ്പൊ യാ ഖൗമി എന്ന് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോ
യാ കൊണ്ട് അഡ്രസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകവചന എന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ എന്താണ് ആ മുത്തക്കല്ലിമിന്റെ യാ ഒഴിവാക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. യാ കൗമി, യാ റബ്ബി, അല്ലെങ്കിൽ യാ പറയാത്ത സ്ഥലങ്ങളിലും അങ്ങനെ വരുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി, റബ്ബി ജിദ്നി ഇൽമൻ, അതേപോലെ റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ. ഇതൊക്കെ എന്താണ്? റബ്ബി എന്നാണ്, യാ റബ്ബി എന്നാണ്, എന്റെ രക്ഷിതാവേ എന്നാണ്. യാ പല സ്ഥലങ്ങളിൽ ലോപിച്ചിട്ടുണ്ട്. അങ്ങനെ ലോപിച്ചിടത്തും അല്ലാത്തിടത്തും ഒക്കെ ഇവിടെ യാ ഖൗമി എന്നുണ്ട്. അവിടെ എന്താണ്? എന്റെ സമൂഹമേ എന്നാണ് ആശയം. അവിടെ കസർ ഇട്ടിരിക്കുന്നത് കൊണ്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് വേണം? യാ കൗമു എന്നല്ലേ വരിക, അല്ലേ? യാ കൊണ്ട് അഡ്രസ് ചെയ്താൽ ലമ്മാണ് കൊടുക്കേണ്ടത്. യാ അഹ്മദു എന്നാ പറയുന്നത്. ഇവിടെ യാ കൗമി എന്ന്. അപ്പോൾ യാ മുത്തകല്ലിം ലോപിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച്, അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. ഇസ് ജഅല ഫീക്കും അംബിയാ, നിങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞു അവരെ ഭരിച്ചുകൊണ്ടിരുന്നതും പ്രവാചകന്മാരായിരുന്നു, അതേപോലെ അവരെ നയിച്ചുകൊണ്ടിരുന്നതും പ്രവാചകന്മാരായിരുന്നു. നിരന്തരം അവർക്ക് പ്രവാചകന്മാരെ വന്നുകൊണ്ടിരുന്നു. അപ്പൊ അത് വലിയൊരു അനുഗ്രഹമായിരുന്നല്ലോ എന്ന് മൂസാ നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ജഅല ഫീക്കും, നിങ്ങൾ ആക്കി അംബിയാ, ദൂതന്മാരെ. ജഅലക്കും മുലൂക്കൻ, ആദ്യം പറഞ്ഞ ജാലയില് ഒരു ജാല ഫീക്കും അംബിയാ, നിങ്ങളിൽ ദൂതന്മാരെ നിയോഗിച്ചു അല്ലെങ്കിൽ നിശ്ചയിച്ചു. രണ്ടാമത് പറഞ്ഞതില് ജാലക്കും മുലൂക്കൻ, ജാലയോട് ചേർന്ന് വന്ന സർവനാമം, അതിന്റെ ഒന്നാമത്തെ കർമ്മവും മുലൂക്കൻ, രാജാക്കന്മാരാക്കി. അവിടെ രാജാക്കന്മാരെന്നത് മുലൂക്ക് രണ്ടാമത്തെ കർമ്മവുമാണ്. ജാലക്കും മുലൂക്കൻ, നിങ്ങൾ എന്ത് ചെയ്തു? രാജാക്കന്മാരാക്കി, ഭരണകർത്താക്കളാക്കി. ആതാക്കും മാലം യുഅ്തി, യുഅ്തിയുടെ ഫേല് മാറി എന്താണ്? ആതായാണ്. ആതാ യുഅ്തി. അപ്പൊ യാ ഇവിടെ പോയി. ആതാ യുഅ്തി എന്ന് പറയുന്നത് യാ ഉണ്ട്. അപ്പൊ യാ ഇവിടെ പോയി. വന്നപ്പോൾ ജസ്മ ചെയ്യുന്നതിന് വേണ്ടി അവസാനത്തെ ദുർബലാക്ഷരം കളയുകയാണ് ചെയ്യുന്നത്. മാലം യുഅ്തി, നൽകപ്പെട്ടിട്ടില്ലാത്തത്. അഹദൻ മിനൽ ആലമീൻ, ലോകത്തുള്ളവർക്ക് ഒരുത്തർക്കും നൽകപ്പെടാത്ത ഒരുപാട് സംഗതികൾ അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. യാ ഖൗമി ദഖുലുൽ അർദൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞത് തുടരുകയാണ്. യാ ഖൗമി, എന്റെ സമൂഹമേ, ഉദ്ഖുലുൽ അർദ, ആരും യാ ഖൗമി എന്ന് പറയുന്നതൊക്കെ എന്ത് ചെയ്യണം? അവിടെ കസർ ഉണ്ടെങ്കിൽ എന്റെ സമൂഹമേ എന്ന് തന്നെ അർത്ഥം എഴുതണം. അല്ലാതെ യാ ഖൗമി സമൂഹമേ എന്ന് പറഞ്ഞാല് അർത്ഥമായില്ല. യാ ഖൗമി, എന്റെ സമൂഹമേ. ഈ യാ ഖൗമി എന്ന് പറഞ്ഞിടത്തൊക്കെ മുഫസ്സിറുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ യാ ഖൗമി എന്ന് പറഞ്ഞ എന്താണ്? എന്റെ സമൂഹമേ എന്ന് പറഞ്ഞാൽ ആ ദൂതന്മാർ അവരിൽ താമസിച്ചു കൊണ്ടിരിക്കുകയും അവരോടൊപ്പം ജീവിക്കുകയും താമസിക്കുകയും ചെയ്തിരുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് യാ ഖൗമി എന്ന് വിളിക്കുന്നത്. എന്റെ സമൂഹമേ, എന്റെ നാട്ടുകാരെ, എന്റെ കൗമി, എന്റെ സമുദായമേ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ എന്റെ എന്ന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്രയും അടുപ്പം അവർക്കുണ്ട്. അവരിൽ നിന്നും അകന്നല്ല ദൂതന്മാർ ജീവിച്ചത്, അവരിൽ തന്നെയാണ് ജീവിച്ചത്. അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത്, ഇതെന്ത് പ്രവാചകൻ, മാർക്കറ്റിലൂടെ നടക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാ? അവരോടൊപ്പം ജീവിച്ചവരാണ്. നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമീൻ എന്ന് പറഞ്ഞു. അവിടെ കഅബയില് ഹജറുൽ അസ്വദ് എടുത്തു വെക്കേണ്ട സന്ദർഭത്തിൽ ഇനി അടുത്ത പ്രഭാതത്തിൽ ആഗതനാകുന്ന ആളെ കൊണ്ട് നമുക്ക് അത് നിർവഹിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോ ആഗതനായത്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അത് നേരത്തെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലമീൻ ശസ്ത്രൻ എന്ന് അവർ വിളിച്ചിരുന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നായകനായപ്പോ അദ്ദേഹമാണ് ഈ കാര്യം തീരുമാനിക്കുക എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അപ്പൊ അങ്ങനെ അവരോടൊപ്പം ജീവിച്ചു വളർന്ന വിശ്വസ്തനാണ് എന്ന് മനസ്സിലാക്കിയ, സത്യസന്ധനാണ് എന്നൊക്കെ മനസ്സിലാക്കിയ വ്യക്തിത്വമാണ് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായിരുന്നു ദൂതന്മാർ. അതുകൊണ്ടാണ് ആ ദൂതന്മാർ അവരോടൊപ്പം അവരോടുള്ള സാമീപ്യം, അവരുടെ അടുപ്പം, അവരുടെ സ്നേഹത്തിന്റെ അവരോടുള്ള സ്നേഹബന്ധത്തിന്റെ ബന്ധം സൂചിപ്പിച്ചുകൊണ്ടാണ് യാ കൗമി എന്ന് അഡ്രസ് ചെയ്യും. നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ യാ കൗമി, എന്റെ സമൂഹമേ എന്ന് തന്നെ പറയണം. ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ്. എന്താ മുഖദ്ദസത്ത്? ആക്കപ്പെട്ടത്. അപ്പൊ അതിന്റെ പേര് മാറി എന്തായിരിക്കും? ഖദ്ദസ, വിശുദ്ധമാക്കി, ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ എന്താണ്? ഇസ്മു മഫ്ഊലാണ് മുഖദ്ദസ്. അപ്പോ നേരത്തെ മുഖദ്ദസ് എന്ന് പറഞ്ഞത് എന്തിനെ കുറിച്ചായിരുന്നു നമ്മള് പഠിച്ചത്? നാസിയാത്തില് സിത്തുവ അല്ല, നമ്മൾ ആയത്തൊക്കെ വായിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ച നമ്മൾ പഠിച്ചതനുസരിച്ച് അത് എവിടെയാണ് ഫോക്കസ് കൊടുക്കുന്നത്, ആ ഫോക്കസ് കേൾക്കുന്ന ആൾക്ക് വാക്ക് ഏതാണെന്ന് മനസ്സിലാകണം. സിത്തുവ അല്ല, മുഖദ്ദസി തുവ. അവിടെ വാദിനാണ്. വാദ് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി? വാദ് പുല്ലിംഗമായതുകൊണ്ട് മുഖദ്ദസ് എന്ന് പറയും. അറുള് സ്ത്രീലിംഗമായതുകൊണ്ട് മുഖദ്ദസത്ത് എന്ന് പറയും. മുഖദ്ദസത്ത്, സിദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയിൽ നിങ്ങൾ പ്രദേശത്ത്, ഭൂമി എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്, നിങ്ങൾ പ്രവേശിച്ചു കൊടുക്കുക. അല്ലത്തി കതബല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ചു. അപ്പൊ ഇപ്പൊ എന്താ അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ഭൂമി അവർക്ക് കൊടുക്കാത്തത്? അവര് കേറിയില്ല, അവരവിടെ കേറിയില്ല. പിന്നെ എന്താ ചെയ്തത്? അവരവിടെ പ്രവേശിക്കാതെ എന്ത് ചെയ്തു എന്നുള്ളത് അങ്ങോട്ട് പറയുന്നു. അപ്പൊ നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലാക്കണം, അത് ആ നാട് അവർക്കുള്ളതല്ല. അവരോട് അവിടെ പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നീ നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യും, ഞങ്ങൾ അവിടെ ഒന്നും വരുന്നില്ല. അപ്പൊ അല്ലത്തി കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് നിർബന്ധമാക്കിയ. കതബ എന്ന് പറഞ്ഞ എഴുതിയെന്ന് പറഞ്ഞ എന്താ? കുത്തിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എഴുതപ്പെട്ട, നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്ന, പതിച്ചു തന്നിരിക്കുന്ന ഭൂമിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ, അപ്പൊ ഈ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ സന്ദർഭം എവിടെ പറഞ്ഞിട്ടുണ്ട്? ഇദ്ഖാല മൂസ എന്ന് പറഞ്ഞതിലേക്ക് സൂചകത്തിലേക്ക് പോവുകയാണ്. അതില്ല. എന്നിട്ട് മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു അല്ലത്തി കതബല്ലാഹു ലക്കും. അപ്പൊ അല്ലത്തി ഉപയോഗിച്ചത് അറുള് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീ മുഖദ്ദസത്ത് എന്ന് പറഞ്ഞ പദം ഉപയോഗിച്ചത്. അല്ലത്തി സൂചിപ്പിക്കുന്നത് അറുളിനെയാണ്. ഏതൊരു ഭാഗം, ഏതൊരു ഭൂപ്രദേശം. കതബല്ലാഹു ലക്കും, അതിനെ അള്ളാഹ് നിങ്ങൾക്ക് പതിച്ചു തന്നിരിക്കുന്നു. വലാ തർത്തദ്ദു അലാ അദ്ബാരിക്കും. അദ്ബാറിന്റെ ഏകോചനം എന്താണ്? ദുബർ, പിൻഭാഗം. ശരീരത്തിന്റെ പിൻഭാഗത്തിന് ദുബർ എന്ന് പറയും. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ബാക്ക് സൈഡ് എന്നാണ്. ശരിക്കും ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാല് ശരീരത്തിന്റെ പിൻഭാഗത്തിനാണ് ബാക്ക് സൈഡ് എന്ന് ഇംഗ്ലീഷുകാരും പറയുന്നത്. ഞാൻ പലപ്പോഴും ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്ക് സൈഡ്, ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിലാണ് ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാല് വെള്ളക്കാരൻ വന്നിട്ട് തിരുത്തും. ബാക്ക് സൈഡ് എന്ന് ഉപയോഗിക്കുന്നത് ബിഹൈൻഡ് ദി അതർ ബിൽഡിംഗ് എന്ന് പറയണം. അതിന്റെ പിൻഭാഗത്ത്, ഒന്നിന്റെ പുറകുവശത്തെ സ്ഥിതി ചെയ്യുന്നതാണെങ്കിൽ എന്ത് ചെയ്യണം? ബിഹൈൻഡ് എന്ന വാക്ക് വന്നത്. അതേപോലെ ദുബർ എന്ന് പറഞ്ഞ എന്താണ്? അതുമായി ബന്ധപ്പെട്ടതാണ്, ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ദുബർ. ദുബറ കുല്ല സലാത്തിൻ മക്തൂബത്തിൻ എന്നൊക്കെ പറയുന്നിടത്ത് അങ്ങനെ വ്യാഖ്യാനമുണ്ട്. നമസ്കാരം കഴിഞ്ഞിട്ടല്ല, നമസ്കാരത്തിന്റെ പിൻഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ അവസാന ഭാഗത്ത് നടത്താം.
കാരണം ദുബർ എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, വല്ലാത്തർത്ഥ വ്യാഖ്യാന വ്യത്യാസമുള്ളതാണ് കേട്ടോ, അഭിപ്രായ വ്യത്യാസമുള്ള സംഭവമാണ്. അതായത് ദുബറ കുല്ലി സ്വലാത്തും മക്തൂബത്തും എന്ന് പറഞ്ഞാൽ എല്ലാ നമസ്കാരത്തിന് ശേഷം എന്ന് പറയുന്നവരുണ്ട്. ഇത് നമസ്കാരത്തിന്റെ അവസാനത്തിൽ എന്ന അർത്ഥത്തിലും ഉണ്ട്. ഞാൻ ഫർദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുമ്പോഴത്തേക്ക് അവിടെയുള്ള പ്രദേശത്തെ ഇമാം, ജാമ്യയിലെ സ്റ്റുഡന്റും ഒക്കെ ആയ ഇമാം എനിക്കൊന്ന് ചോദിച്ചു, ഇതേപോലെ എന്തിനാണ് എല്ലാ ദിവസവും ഫർദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഫർദ് നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്താലും ഉത്തരം കിട്ടുമെന്ന് ഹദീസുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദുബറ കുല്ല സ്വലാത്തിന് എന്ന് പറഞ്ഞാൽ ആ സ്വലാത്തിന്റെ അവസാനത്തിലെന്നാണ്. കാരണം എന്താണ്? ദുബർ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പിന്നിലുള്ള ഭാഗത്തിനെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് ദുബർ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ല തർത്തദ്ദു അല അതുബാരിക്ക്, നിങ്ങൾ പിന്നിലേക്ക് മടങ്ങി പോകരുത്. ഇർത്തദ്ദ എന്ന് പറഞ്ഞാൽ മടങ്ങി. അപ്പം അതിൽ നിന്നാണ് മുർത്തദ് എന്ന വാക്ക് വരുന്നത്. മുർത്തദ് എന്ന് പറഞ്ഞാൽ മുർത്തദീദുൻ എന്നാണ്. ഇർത്തദ്ദു എന്ന് പറയുന്നിടത്ത് ഒമയ്യർത്തദീദ് മൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ജസ്മി ചെയ്തപ്പോ ഇർത്തദീദ്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഷെഡ് അവസാനം വരുന്നത് ഷെഡ് അടിച്ചിട്ട് സുക്കൂൺ കൊടുക്കും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൺ കൊടുക്കും. ഇർത്തദ്ദു എന്ന് വരുന്നിടത്ത് എന്ത് ചെയ്യണം? ലം വന്നാൽ അല്ലെങ്കിൽ കണ്ടീഷൻ വന്നാൽ എന്ത് ചെയ്യും? ജസ്മിയാണോ? ജസ്മിയാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തെ അടിച്ചിട്ട് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൺ കൊടുക്കും. അവസാനത്തെ അക്ഷരത്തിന് അത് അങ്ങനെയാണ് ഒമയ്യർത്തദീദ് എന്നത്. വലാ തർത്തദ്ദു അലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. അപ്പോൾ വലാ തർത്തദ്ദു എന്നതാണ് ഒരു വിരോധക്രിയയാണ്. അങ്ങനെ നിങ്ങൾ ഇർത്തിദാദ് ചെയ്താൽ, നിങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ മടങ്ങും. ഖാസിരീൻ, നഷ്ടപ്പെട്ടവരായി. നിങ്ങൾക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക പിന്തിരിഞ്ഞു പോയാൽ. ഖാലു യാ മൂസ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ. അവിടെ എന്തുണ്ട്? സ്വേച്ഛാധിപതികളായ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവിടെ. ജബ്ബാർ. ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ. അപ്പൊ എന്താ ജബ്ബാർ എന്ന് പറഞ്ഞാല്? മല്ലന്മാരും കല്ലന്മാരും അതിശക്തരുമായ എന്ന അർത്ഥത്തിലാണ് ജബ്ബാർ ഉപയോഗിച്ചത്. കോമൻ ജബ്ബാരി. അബ്ദുൽ ജബ്ബാർ, അൽ ജബ്ബാർ എന്ന് പറയുന്നത് എന്താണ്? അള്ളാന്റെ നാമത്തിൽപ്പെട്ടതാണ്. സർവാധികാരിയാണ്. അതെ. അപ്പൊ അള്ളാഹെ കുറിച്ച് നമ്മൾ പറയുമ്പോ ആ അർത്ഥത്തിലാണ് പറയുന്നത്. അള്ളാന്റെ അസ്മാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ ആ അള്ളാഹുമായി യോജിക്കുന്ന രീതിയിലുള്ള വിശദീകരണമാണ് നമ്മൾ പറയുക. അവിടെ മല്ലൻ കല്ലൻ എന്ന അർത്ഥത്തിലല്ല പറയും. അതേപോലെ സ്വേച്ഛാധിപതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് താൻ ഇച്ഛിക്കുന്ന രീതിയിൽ ഭരിക്കാൻ അവനെന്താണ്? അവന് അധികാരമുണ്ട്. അങ്ങനെയുള്ളവൻ. അഥവാ അവന്റെ മേൽ വേറെ ആരും അധികാരികളായി വേറെ ആരുമില്ല. ആ അർത്ഥത്തിലാണ് അധിപതിയാണ് എന്ന് പറയുന്നത്. അതേപോലെ അവൻ അതിശക്തനാണ്. അപ്പൊ ഇവിടെ ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിശക്തന്മാരായ ഒരു വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. മല്ലന്മാരും കല്ലന്മാരും താന്തോന്നികളും സ്വേച്ഛാധിപതികളും. ആ ജബ്ബാറിന്റെ എല്ലാ അർത്ഥവും അതിനകത്ത് വരും. നെഗറ്റീവായിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും അതിൽ വരും. അങ്ങനെയുള്ളൊരു സമൂഹം അവിടെയുണ്ട്. അവർ സ്വയം പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്? കതബല്ലാഹുലക്കും, അള്ളാഹ് ഞങ്ങൾക്ക് പതിച്ചു തന്നതാണിത്, എടോ പോയിടോ എന്ന് പറഞ്ഞ് അവിടെ അങ്ങോട്ട് കയറി ചെല്ലണ്ടേ? അങ്ങനല്ലേ നമ്മൾ പറയുക?
നമുക്ക് എഴുതന്നിരിക്കുന്ന പ്രദേശത്ത് വേറെ ആരെങ്കിലും കൈയടക്കിയാലുണ്ടെങ്കിൽ അത് എഴുത്തന്നു അവരെ ഇപ്പൊ ഒരു വിഭാഗം ആൾക്കാർ താമസിച്ചിരിക്കുകയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ട് കയറി ചെന്നിട്ട് നമ്മൾ അധികാരത്തോടു കൂടി അവരെ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ് ചെയ്യും. അവരങ്ങനെയല്ല പറഞ്ഞത്. അവിടെ മല്ലന്മാരായ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവർ പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ അവിടെ പ്രവേശിക്കില്ല. അവർ പുറത്തു പോവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ പ്രവേശിക്കും. قال رجلان من الذين يخافون أنعم الله عليهم. ഇത്രയും ഒരുമിച്ച് ഞാൻ പറയാൻ കാരണം എന്താ? കാല എന്നത് എന്താണ്? നമ്മള് കാല എന്ന് പറഞ്ഞാൽ ഔലാണ് ഒരു പദം. കാല പറഞ്ഞു. അതിന്റെ മക്കൂൽ എന്താ? പറയപ്പെട്ടത്. കാല പറഞ്ഞു. മാഹിയൽ മക്കൂൽ എന്താണ് പറയപ്പെട്ടത്? കാല റജുലാനി മിനല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു. അപ്പൊ ആ റജുലാനിയെ കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് മിനല്ലദീന അൻഅമ അല്ലാഹു അലൈഹിമ. അതുവരെയുള്ള കാര്യം. അവരെന്ത് പറഞ്ഞു? ഉദ്ഖുലു അലൈഹിമുൽ ബാബ ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഖാലിദൂൻ. ഇതിനിടയ്ക്കൊന്നും മുറിക്കാൻ പാടില്ല. അവർ പറഞ്ഞത് ഉദ്ഖുലു അലൈഹിമുൽ ബാബ ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഖാലിദൂൻ. ഇത്രയും കാര്യം അവർ പറഞ്ഞതാണ്. ഓക്കെ, അലൈഹിമ. അപ്പൊ എന്താണ്? നമ്മൾ അലൈഹി പഠിച്ചു, അലൈഹിയം പഠിച്ചു. അതിനിടയിലുള്ളതാണ് അലൈഹി, അലൈഹിമ, അതേപോലെ അലൈക്ക, അലൈക്കുമ, അലൈക്കും. ഓക്കെ, അപ്പൊ ഹുമ പഠിച്ചില്ലെന്ന് പറയരുത്. അഖാഫൂന. അപ്പൊ കാല റജുലാനി, രണ്ട് പുരുഷന്മാർ പറഞ്ഞു. മിനല്ലദീന യഖാഫൂന അൻഅമ അല്ലാഹു, മിനല്ലദീന യഖാഫൂന അള്ളാഹെ പേടിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള അള്ളാഹെ പേടിക്കുന്നവരിൽപ്പെട്ട രണ്ട് പുരുഷന്മാര് പറഞ്ഞു. അൻഅമ അല്ലാഹു അലൈഹിമ, അള്ളാഹ് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നിഅമത്ത് നൽകിയിട്ടുമുണ്ട്. അപ്പൊ അള്ളാഹെ ഭയപ്പെടുന്നവരാണ് അവർ. അള്ളാഹ് അവർക്ക് നിഅമത്ത് നൽകിയിട്ടും ഉണ്ട്. അങ്ങനെയുള്ള രണ്ടുപേര് പറഞ്ഞു. ഉദ്ഖുലു അലൈഹിമുൽ ബാബ്, നിങ്ങൾ ആ കവാടത്തിലൂടെ അവരിലേക്ക് പ്രവേശിക്കൂ. ഉദ്ഖുലുൽ ബാബ എന്നാണ്, നിങ്ങൾ കവാടത്തിലൂടെ പ്രവേശിക്കൂ. ഉദ്ഖുലുൽ ബാബ എന്ന് പറഞ്ഞാൽ വാതിലിൽ പ്രവേശിക്കൂ, അല്ലെ കവാടത്തിലൂടെ നിങ്ങൾ പ്രവേശിക്കൂ, ഗേറ്റിലൂടെ നിങ്ങൾ പ്രവേശിക്കൂ. അലൈഹിം, ആ സമൂഹത്തിലേക്ക്. ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേക്കും, ദഖൽതുമൂഹു, നിങ്ങൾ അതിൽ പ്രവേശിച്ചാൽ, ഹു എന്ന് പറഞ്ഞാൽ ആ ബാബിൽ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേക്കും ഇന്നക്കും ഗാലിബൂൻ, നിങ്ങൾ ഗലബ, അതിജയിച്ചു. ഗാലിബൂൻ, ജയിക്കുന്നവരാകും. നിങ്ങൾ വിജയശ്രീലാളിതരാകും. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹെ ഭരമേൽപ്പിക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹിൽ ഭരമേൽപ്പിക്കുക. തവക്കുലിനെ കുറിച്ച് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. തവക്കലൂ, നിങ്ങൾ അള്ളാഹെ ഭരമേൽപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ. ഇവിടെ എന്താണ്? ഇവിടെ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ എന്നത് അവിടെ ജീനിട്ടിട്ട് തിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യക്തികൾ പറഞ്ഞതിന്റെ ഭാഗവും ആകാം ഇത്. രണ്ട് വ്യക്തികൾ പറഞ്ഞത് എന്താണ്? അതിനിടയ്ക്ക് മുറിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ ഏതെങ്കിലും ഒരു ഭാഗം, അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം സ്വതന്ത്ര വചനമായി മാറാൻ സാധ്യതയില്ല. അതേസമയം അലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് എന്താണ്? ഒരു സ്വതന്ത്ര ഭാഗമായി വേണമെങ്കിലും പറയാം. അതൊരു പൊതുതത്വമാണ്. നിങ്ങൾ അള്ളാഹി തവക്കലാക്കുക. അത് അള്ളാഹ് ആരോടും പറയാം, വിശ്വാസികളോട് മൊത്തത്തിൽ പ്രത്യേകിച്ച് പറയുന്ന സംഗതിയാണ്. വഅലല്ലാഹി ഫതവക്കലൂ, നിങ്ങൾ അള്ളാഹിൽ ഭരമേൽപ്പിക്കുക, ഇൻ കുൻതും മുഅ്മിനീൻ, വിശ്വാസികളെങ്കിൽ. അതൊരു പൊതു കാര്യമായി അല്ലെങ്കിൽ പൊതു പ്രസ്താവനയായി പറയാവുന്നത് കൊണ്ടാണ് അവിടെ ജീമിട്ടിട്ട് തിരിച്ച് വേറെ എഴുതിയിരിക്കുന്നത്. വേറെ ആയിട്ടും പറയാം.
ഓക്കെ, അപ്പൊ അർത്ഥം വെച്ച് നോക്കി ആരൊക്കെ ഉണ്ട്? ഈ പ്രതികരിക്കാത്തവരുടെ അവസ്ഥ എന്താണ്? എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അറിയാൻ വേണ്ടി ചോദിക്കുക. കാരണം നിങ്ങളിന്ന് സാധാരണക്കാളും കുറച്ചുകൂടെ ഫീസ് കൂടുതലാണ് വാങ്ങിച്ചില്ല. ഇദ്ദേഹം ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം വരണം, അതേപോലെ എനിക്കൊരു ഉത്തരവാദിത്വം വേണം, നിങ്ങളെ പഠിപ്പിക്കണം. എന്റെ ഉത്തരവാദിത്വം എനിക്കും വരണം, നിങ്ങൾക്ക് പഠിക്കണമെന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കും വരണം. അപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് പോകണം. അതിനാണ് ചോദിക്കുന്നത്. പ്രതികരിക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഷേഖ് പ്രതികരിച്ചില്ല. എനിക്ക് സമയം കിട്ടിയില്ല ഉസ്താദ്. എന്ന് ഞാനിപ്പോ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും എത്തിപ്പെട്ടതില്ല, അവിടെ ഇല്ലായിരുന്നു. സമയമാണ് ഈ സമയം, അപ്പൊ അതുകൊണ്ട് കുറച്ച് തിരക്കിൽ വിട്ടുപോയി. ഓക്കെ, തിരക്കായതുകൊണ്ടാണ്. കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തീരെ സമയം കിട്ടിയില്ല. ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു, പിന്നീട് കേൾക്കുണ്ടായത്. ഓക്കെ, അല്ല പത്രത്തിൽ ഏത് വിടാന്നുള്ളതേ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അത് ക്ലിയർ ആയല്ലോ. ഈ പത്രത്തിന് വേറെ മീനിങ് ഉണ്ടോ ഉസ്താദേ? വേറെ ഒന്നും കാണുന്നില്ല അതില്. അല്ല, മുൽക്കിലില്ലേ ഫുത്തൂർന്ന്? അതിപ്പോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇതുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കേണ്ടതാണ്, പഠിക്കാവുന്നതാണ്. പക്ഷെ ഇത് രണ്ടും രണ്ടാണ്. പത്രത്തിന് ഇടവേള ഇതില് എഴുതിയിട്ടുണ്ട്, ഒരു പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം മറ്റൊരു പ്രവാചകൻ ആഗതമാകുന്നതിനിടയ്ക്കുള്ള ഇടയ്ക്ക് ഒരു പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം മറ്റൊരു പ്രവാചകൻ ആഗതമാകുന്നതിനിടയ്ക്കുള്ള കാലഘട്ടം. ഇടയ്ക്കുള്ള കാലഘട്ടം മാത്രമേ പത്രത്തിന് അർത്ഥമുള്ളൂ. ബാക്കിയെല്ലാം ആയത്തുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ്. അല്ല, ഇവിടെ അതാണ് ഉദ്ദേശം. അതെ, ഇവിടെ അതാണ് ഉദ്ദേശം. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. മറ്റതൊരു വിടവും കാണുന്നില്ല, ആകാശത്തിലേക്ക് നോക്കും. അവിടെ എന്താണ്? അവിടെ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ അക്ഷരങ്ങളും കൂടെ ശ്രദ്ധിക്കണം. ഹൽ തറാമീൻ ഫുതൂർ, ഹൽ തറാമീൻ ഫുതൂർ. വാ നിറച്ചു പറയണം. ഹൽ തറാമീൻ ഫുതൂർ. ഫതറ എന്ന് പറഞ്ഞാൽ വേർപെടുത്തി, വിടവ് വരുത്തി, സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഫതറ അതെന്താണ്? ഫതറ ഫാത്തിർ, സൃഷ്ടിച്ചു എന്നാണ്. എന്താ അർത്ഥം വരും ഫതറ? ഫതറയ്ക്ക് എന്താണ്? സൃഷ്ടിച്ചു എന്ന അർത്ഥമുണ്ട്. പിളർത്തി എന്ന അർത്ഥമുണ്ട്. വിടർത്തി, പിളർത്തി. ഹൽ തറാമീൻ ഫുതൂർ എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിടവ് അവിടെ കാണുന്നുണ്ടോ, ഇനി ഡിഫക്റ്റ് അവിടെ കാണുന്നുണ്ടോ എന്നാണ്. അതേസമയം ഫാത്തിറുസ് സമാവാത്തി എന്ന് പറയുന്നിടത്ത് അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാത്തി, സൂറത്തുൽ ഫാത്തിർ, അതെന്താണ്? ആണ് ഫാത്തിർ, അവിടെ സൃഷ്ടാവ് എന്ന അർത്ഥത്തിലാണ്. സൃഷ്ടിച്ചു. വിടർത്തി എന്ന് പറഞ്ഞാൽ അവൻ സൃഷ്ടിച്ചു എന്നാണ്. അല്ലേ? അതെന്ത് ചെയ്യണം? ഫിത്രത്തുൻ. അപ്പൊ ഫിത്രത്ത് എന്ന് പറയും. ഫിത്രത്ത് എന്ന് പറയുമ്പം സൃഷ്ടിപ്പ്. അപ്പോ സൃഷ്ടിപ്പ്, അതായത് നേച്ചർ എന്ന ഒരു വ്യക്തിയുടെ നേച്ചർ, ഒരു വ്യക്തിയുടെ എങ്ങനെയുള്ള സംഗതിയാണ് എന്ന അർത്ഥത്തിലും ഫിത്രത്ത് പറയും. സക്കാത്തുൽ ഫിത്ർ. അപ്പൊ എന്താണ്? യൗമുൽ ഫിത്റിൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈദുൽ ഫിത്റിൽ കൊടുക്കുന്ന സക്കാത്തിന് സക്കാത്തുൽ ഫിത്ർ. ഇവിടെയും ആണ്. സൂറത്തുൽ ഇൻഫിത്താർ. സൂറത്തുൽ ഇൻഫിത്താർ. ഇൻഫിത്താർ പഠിപ്പിച്ചാൻ പറഞ്ഞു. അതിന് ശേഷം അവിടെ എന്തില്ല? ഹംസത്തിൽ ഇതാണ്, ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് അവിടെ അൽ ഇൻഫിത്താർ അല്ല പറയാ, സൂറത്തുൽ ഇൻഫിത്താർ. അവിടെ എന്തായിരുന്നു? എന്താണ്? ഇൻഫതറ, പൊട്ടി പിളർന്നു. ഫതറ പിളർത്തി. ഫാത്തിർ സൃഷ്ടിക്കുന്നവൻ.
സൃഷ്ടിച്ചു, ഫത്തറ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പിളർത്തി. ഇൻഫത്തറ പിളർന്നു, സ്വയം പിളർന്നു. എല്ലാ സ്ഥലത്തും ത്വ ആണ് കേട്ടോ. ഇവിടെ എന്താണ്? ഫിത്തറത്തുൻ, ഇടവേള. ഓക്കെ. അപ്പോഴേ എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, എനിക്കും ഭയങ്കര തിരക്കാം. പലപ്പോഴും 5 മിനിറ്റ് 10 മിനിറ്റ് വൈകിയാണ് തുടങ്ങുന്നത്. അതായത് ഞാൻ വിചാരിക്കും ഓക്കെ 40 കഴിഞ്ഞതിന് ശേഷം സെറ്റപ്പ് ചെയ്താൽ മതിയെന്നുണ്ട്. എല്ലാം ലൈറ്റ് അതുപോലുള്ള കുറെ സജ്ജീകരണങ്ങളുണ്ട്, സാങ്കേതിക വിദ്യ സംഭവങ്ങളെല്ലാം അറിഞ്ഞു വരുന്ന എന്തായാലും ആ സമയത്ത് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഈ വെബിനാർ എന്ന സംഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കാനുള്ളതൊന്നുമില്ല. ഇവിടെ എല്ലാവരും പോയി, ഇവിടെ ഞാനും അവരോടൊപ്പം പോകേണ്ടതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് പോകുമല്ലോ, അത് പോകാതിരിക്കാൻ പറ്റില്ല. പല്ല് തേക്കണം, തേക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ നിർബന്ധമായി ചെയ്യുന്ന കുറെ സംഗതികൾ നമ്മൾ എഴുതി വെക്കുക. അതിനൊക്കെ ഓരോ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ എത്ര സമയം എടുക്കും? 10 മിനിറ്റ്. എത്ര? 10 മിനിറ്റ്. 10 മിനിറ്റ് ഒന്നും കുളിച്ചു തരില്ല. നിങ്ങൾ നോക്കണം, കുളിക്കാൻ ബാത്റൂമിൽ കയറിയ സമയം മുതൽ തിരിച്ചിറങ്ങുന്ന സമയം വരെ എങ്ങനെ 20 മിനിറ്റ് എന്തായാലും പിടിക്കും. 20 മിനിറ്റ് ആണ് ശരാശരി ഒരാൾ കുളിക്കാൻ എടുക്കുന്ന സമയം. പിന്നെ വാഷ് ചെയ്യാനൊക്കെ നമ്മളെങ്ങനെ എടുത്തു നോക്കുക, നമ്മൾ ദിനേന ചെയ്യുന്ന ദിനചര്യ നമ്മൾ പറയും, ദിനചര്യ. അപ്പൊ ദിനചര്യയിൽ നമ്മൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ട സമയങ്ങളാണ് ഇതെല്ലാം. കുളിക്കുന്ന സമയം, ടോയ്ലറ്റ് പോകുന്ന സമയം, ബ്രഷ് ചെയ്യുന്ന സമയം, അതുപോലുള്ള കുറെ സമയങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അനിവാര്യമായ സമയമാണ്. അതേപോലെ ഒരു സമയം ഖുർആൻ പഠിക്കാനുള്ള സമയം വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് ഇതിന് ചേർന്നത് കൊണ്ട് മാത്രം ഇതിൽ ക്ലാസ്സിൽ കയറുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം ഇതിൽ കയറുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലായി കുറച്ച് കാര്യം. ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? ഇതെല്ലാം വിട്ടിട്ട് അങ്ങ് പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ വെബിനാർ ക്ലാസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ചില ക്ലാസ്സുകളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താവും, മൊത്തം അങ്ങ് കൺട്രോളിന്റെ പുറത്ത് പോകും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത സമയം, കുറച്ച് സമയം എന്ന് ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി നീക്കി വെക്കുക. നീക്കി വെച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ഇതിൽ നിന്നെല്ലാം പുറത്തു പോകും. അല്ലെങ്കിൽ നമ്മുടെ പഠിച്ച പദങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഖുർആൻ എളുപ്പത്തിൽ മറന്നു പോകാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ട്. അത് സംഭവം അങ്ങനെയാണ്. അതുമായി നമ്മൾ താതാമ്യപ്പെട്ട് നിന്നെങ്കിൽ മാത്രമേ അത് നമ്മുടെ സ്മൃതി പദത്തിൽ നിലനിൽക്കൂ. അത് ഓർമ്മശക്തിയുടെ ഒരു പോളിസിയാണ്, ഓർമ്മശക്തിയുടെ ഒരു ജനറൽ സംഗതിയാണ്. അപ്പൊ അത് എല്ലാത്തിനും പൊതുവിലുള്ള സംഗതിയാണ്. അപ്പൊ ഖുർആൻ നമ്മൾ നിത്യവും നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു അനിവാര്യ ഘടകമായി കാണുന്നില്ല. നമ്മളിപ്പോ ഈ അടുത്ത് ഷഹീദായ ഒരു നേതാവുണ്ടല്ലോ, ഇദ്ദേഹം കേരളത്തിൽ വായിച്ചു നോക്കണം. അപ്പോ അവരെ പോലുള്ള നേതാക്കന്മാരെല്ലാം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചത് അവരാണ്. അദ്ദേഹത്തിന് ഖുർആൻ പാരായണം, ഇമാമത്ത് വെക്കല്, നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഒരു നേതാവ്, ഒരു പോരാളി നേതാവ്, വെറും ഒരു പോരാളി നേതാവല്ല അദ്ദേഹം. അപ്പൊ അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതെന്താണ്, അത് മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇടപഴകുന്നുണ്ട്. നമുക്കറിയാം അവരുടെ മക്കള് നമ്മളെ പോലെ തന്നെയാണ്, നമ്മളിൽ സാധാരണ ഒരാള് പോലെ തന്നെയാണ്. മകള് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതാണ്, അപ്പയെ കുറിച്ച് മകള് പറയുന്നുണ്ടല്ലോ. അപ്പൊ അവര് സങ്കടമുണ്ട്. ഒരു മകളെ പോലെ തന്നെയാണ്. ഒരു നേതാവായതുകൊണ്ട് മാത്രം മാനസികമായ സംഗതി, അവർ മാനസികമായ എല്ലാ സംഗതികളും ഉണ്ട്.
അപ്പൊ അവർക്ക് കുടുംബവും ബന്ധുക്കളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ജീവിതം ഒക്കെ ഉണ്ട്. അതോടൊപ്പം അവർ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതമാകുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നു? ഖുർആനിനെ കയ്യിൽ തന്നെ കൊണ്ട് കിടക്കുക, മനസ്സിൽ തന്നെ കൊണ്ട് കിടക്കുക. അല്ല, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ ഫ്ലുവന്റ് ആയിട്ട് ഇമാമത്ത് നിൽക്കുമ്പോൾ അങ്ങനെ പാരായണം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ താലോലിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതേപോലെ ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മനസ്സ് താലോലിച്ചുകൊണ്ട് നടക്കണം. ഖുർആൻ എപ്പോഴും നമ്മുടെ സന്തത സഹചാരിയായി മാറണം. എങ്കിൽ നമുക്ക് അതിനോട് നമുക്ക് കൂടുതൽ ബന്ധം ഉണ്ടാവും. വായിക്കുന്ന പദങ്ങൾ നമുക്ക് പഠിക്കുന്ന പദങ്ങൾ നമ്മളെ മനസ്സിലേക്കുള്ളൂ, കാര്യങ്ങൾ മനസ്സിലേക്കുള്ളൂ, ആശയങ്ങൾ മനസ്സിലേക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇതെല്ലാം പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അല്ലാഹ് മാറ്റി തരട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോ വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിച്ചത്, നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ചിന്തയോട് കൂടി അത് വീക്ഷിച്ചാൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇപ്പൊ ഇന്നൊരു വ്യക്തി അവിടെ ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ പറയുന്നത്, അദ്ദേഹത്തിന്റെ 11 ബന്ധുക്കളും മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഉമ്മയും പാപ്പയും സഹോദരങ്ങളും അടക്കം എന്തായി 11 പേരും അദ്ദേഹത്തിന്റെ വീടിന്റെ യാതൊരു അംശവും. ഇങ്ങനെയാണ് ഒരാളുടെ അവസ്ഥയെങ്കിൽ, ഇങ്ങനൊരു അവസ്ഥയാണ് ഖിയാമത്ത് നാളിലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ സങ്കടം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അല്ലെ? നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ ഒന്നുമില്ല, അവിടെ വലിയ പാറകളാണ് അവിടെയുള്ളത്, ആ സ്ഥലത്തുള്ളത്. അത് അവിടെയാണ് എന്ന് അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷെ പരിസരം വെച്ച് നോക്കുമ്പോൾ അവിടെയാണ് ലൊക്കേഷൻ എന്ന് മനസ്സിലാകാമെന്ന് മാത്രമേ. അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധുക്കളും അദ്ദേഹം വിദേശത്തായിരുന്നു, അദ്ദേഹം മാത്രമാണ് അത് ചെയ്തത്. പിന്നെ അകന്ന ബന്ധുക്കളാണ് അദ്ദേഹത്തിന് സമാശ്വസിക്കുകയും ചെയ്യുന്നത്. അപ്പോ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ, ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളിപ്പോ അവിടെ നമ്മൾ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് കഴിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ല അവർക്ക്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഹായിക്കുക. അതോടൊപ്പം നമ്മൾ പാഠം ഉൾക്കൊള്ളണം. നമ്മളെപ്പോഴും എന്താണ് നിങ്ങൾ തിന്നോണ്ടിരിക്കുന്നു, അവര് തിന്നുന്നു, ആസ്വദിക്കുന്നു. നമ്മൾ തിന്നുകയാണ്, ആസ്വദിക്കുകയാണ്. അവർക്കൊരു ആഹാരം ഇല്ല. കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ ആ കിട്ടുന്ന സമയത്തുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നീട് എന്ത്? അതിലൂടെ നമ്മൾ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സുപ്രഭാതത്തിൽ എല്ലാം വിളിച്ചു പോകാം, അല്ലേ? ഒന്നും നമുക്ക് ഇപ്പം സുനാമി വന്നപ്പോഴും നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തില്ല, ഓഖി വന്നപ്പോഴും ഈ രീതിയിൽ ഫീൽ ചെയ്തില്ല. ഇതൊരു മറ്റൊരു ഫീലിങ്ങിലേക്ക് ക്ഷണിക്കുന്നതാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതോടൊപ്പം എന്തെല്ലാം പാഠങ്ങളാണ് അള്ളാഹ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. ആയത്തില്ലാതെ അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് മുഴുവനും അള്ളാഹിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ദൃഷ്ടാന്തം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. അതേപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലുള്ള ഫലസ്തീനികൾ. അവരുടെയും പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. ലോകത്തുള്ള ഇന്ത്യയിൽ തന്നെ എവിടെയാണ് വെള്ളപ്പൊക്കം ഉണ്ടായത്, അവരുടെയും ദുരിതങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാ വിധത്തിലുള്ള എല്ലാവരുടെയും പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം മാറ്റി കൊടുക്കട്ടെ. رحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. السلام عليكم ورحمه الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. എല്ലാവരോടും ഇപ്പൊ പ്രതികരിക്കാത്തവര് കുറച്ച് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞു, അതൊക്കെ നമ്മുടെ മാനസികമായ സംഗതിയാണ്. അതുകൂടാതെ ഈ പ്രതികരിക്കാത്ത ചില ആൾക്കാർ ഉണ്ടാകാം. അതുകൊണ്ട് എല്ലാവരും പ്രതികരിക്കണം. പ്രതികരിക്കാത്തവർ ഇതിന്റെ റീവൈൻഡ് ചെയ്ത് കേൾക്കുന്നവരൊന്നും ഉണ്ടാവും, ക്ലാസ് കേൾക്കുന്നവരെങ്കിലും ഉണ്ടാവും.
ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം, പ്രതികരിക്കണം. വായിച്ചു നോക്കിയിട്ട് ഒരു വാക്ക് എനിക്കറിയില്ല, അതിടുന്നതും എന്താണ്, ഒരു പ്രതികരണമാണ്. എനിക്ക് ഈ വാക്കുകളെല്ലാം അറിയാം എന്നിടുന്നതും ഒരു പ്രതികരണമാണ്. ഓക്കെ. നല്ലത്.